ആ ലാസറിനെ പോലെ നാമും യേശുവിൻ്റെ ചാരത്തിരിക്കാൻ താല്പര്യം കാണിക്കാറുണ്ടോ? നസറേനായ യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ചിന്ത പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു താൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെണീപ്പിച്ച ലാസർ പാർത്തിരുന്ന ബെഥാനിയയിൽ വന്നു. അവർ അവിടെ തനിക്കായി ഒരു വിരുന്ന് നടത്തി. മാർത്ത പരിചരിച്ചുകൊണ്ടിരുന്നു. ലാസറും തന്നോടുകൂടെ പന്തിക്കിരുന്നവരിൽ ഒരുവനായിരുന്നു. മറിയം വളരെ വില കൂടിയ മേൽത്തരം നറുദ്ദീൻ സൗഗന്ധ തൈലത്തിൻ്റെ ഒരു കുപ്പിയെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശി അവളുടെ തലമുടി കൊണ്ട് തുടച്ചു. സുഗന്ധ തൈലത്തിൻ്റെ പരിമളം കൊണ്ട് ആ വീട് നിറഞ്ഞു. 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. നമ്മൾ കാണുന്നത് ഒരു ഭവനത്തിൽ യേശു ആയിരിക്കുന്നതായും ആ ഭവനത്തിലുള്ള ആൾക്കാർ യേശുവിനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത്. 3 പേരെയാണ് നമ്മൾ ഇത് മെയിനായിട്ട് കാണുന്നത്. ഒന്ന് മറിയം, രണ്ടാമത്തേത് ലാസർ, മൂന്നാമത്തേത് മാർത്ത. യേശു ആ ഭവനത്തിലായിരിക്കുമ്പോൾ ആ ഭവനത്തിൽ കൂടിയിരുന്ന ഈ 3 പേരും യേശുവിനെ എങ്ങനെ സേവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ വേദഭാഗത്തിൽ വായിച്ച് കാണുന്നത്. ഈ 3 പേരും ചെയ്യുന്നത് ഓരോരോ വാക്യങ്ങളായിട്ട് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നു. മാർത്ത യേശുവിനെ ശുശ്രൂഷിച്ചു. ലാസർ യേശുവിനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ആയിരുന്നു. മൂന്നാമത് മറിയം യേശുവിനെ അഭിഷേകം ചെയ്തു. നമ്മളിത് കാണുന്നത് ഈ 3 പേരും യേശുവിനെ ഏറ്റവും ബഹുമാനത്തോടു കൂടി സേവിച്ചു അല്ലെങ്കിൽ ശുശ്രൂഷിച്ചു എന്നതാണ് ഈ 3 കാര്യങ്ങളിൽ കൂടി നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ യേശുവിനെ ഇതുപോലെ നാം സേവിക്കാറുണ്ടോ? ബഹുമാനിക്കാറുണ്ടോ? അവനെ ശുശ്രൂഷിക്കാറുണ്ടോ? ചിന്തിച്ച് നോക്കുക. നമ്മുടെ ഭവനങ്ങളിലൊക്കെ യേശു വസിക്കുന്നു. നാം ഉള്ളിടത്തൊക്കെയും യേശു വസിക്കുന്നു. മത്തായി 28:20 പറയുന്നുണ്ട്, ഐ ആം വിത്ത് യു ഓൾവേസ്. ഞാൻ എപ്പോഴും എല്ലാ കാലത്തും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ നമ്മളുള്ളിടത്തൊക്കെ യേശു വസിക്കുന്നു. നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ ഹാളിൽ, നമ്മുടെ കിച്ചണിൽ, നമ്മുടെ ഡൈനിങ് റൂമിലൊക്കെ യേശു വസിക്കുന്നു. നാം ചെയ്യുന്നതൊക്കെ യേശു കാണുന്നു. യേശു എന്താണ് കാണുന്നത്? യേശു എന്താണ് നമ്മുടെ ഭവനങ്ങളിൽ കേൾക്കുന്നത്? നാം നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു? അവരോടുള്ള മനോഭാവം, അവരോട് നാം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇതൊക്കെ യേശു കാണുന്നു. ഒരു വിശിഷ്ട വ്യക്തിയെ പോലെ അല്ലെങ്കിൽ ഒരു വിശിഷ്ട അതിഥിയെ പോലെയാണോ യേശു നമ്മുടെ ഭവനങ്ങളിൽ ഫീൽ ചെയ്യുന്നത്? അതോ യേശു നമ്മുടെ പ്രവൃത്തികൾ കണ്ട് നിരാശനാകാറുണ്ടോ? അല്ലെങ്കിൽ നിരാശയ്ക്ക് വകയുള്ളതാണോ നമ്മുടെ ഭവനങ്ങളിൽ യേശു കാണുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. യേശുവിനെ നാം നമ്മുടെ ഭവനങ്ങളിൽ ബഹുമാനിക്കാറുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ സേവിക്കാറുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ ശുശ്രൂഷിക്കാറുണ്ടോ? രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്നത് ഈ 3 പേരും എങ്ങനെയാണ് അവരവരുടെ രീതിക്കനുസരിച്ച് യേശുവിനെ സെർവ് ചെയ്തത്, ശുശ്രൂഷിച്ചത് എന്നതാണ്. ആദ്യമായി പറയുന്നത് മാർത്ത. പല ബൈബിളിൽ പല തരത്തിലാണ് മാർത്തയെക്കുറിച്ച് പറയുന്നത്. ചില ബൈബിളിൽ പറയുന്നു മാർത്ത യേശുവിനെ ശുശ്രൂഷിച്ചു. ചിലതിൽ പറയുന്നു മാർത്ത യേശുവിനെ സേവിച്ചു, മാർത്ത യേശുവിനെ പരിചരിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് മാർത്ത സെർവ്ഡ് ജീസസ്. മാർത്തയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് മാർത്ത ആവലാതിക്കാരിയായ, വേവലാതിക്കാരിയായ ഒരു വീട്ടമ്മ എന്നതാണ്. ഇങ്ങനെയാണ് ബൈബിളിൽ മാർത്തയെക്കുറിച്ച് പറയുന്നത്. ഗ്രഹഭരണത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പാചകത്തിലും അതിഥി സൽക്കാരത്തിലുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന, താല്പര്യപ്പെട്ടിരുന്ന മാർത്ത അവളുടെ കഴിവിനനുസരിച്ച് യേശുവിനെ ശുശ്രൂഷിച്ചു എന്നതാണ് ഇതിൽ പറയുന്നത്. തൻ്റെ കഴിവിനനുസരിച്ച് താൻ ഏറ്റവും താല്പര്യപ്പെടുന്ന കാര്യങ്ങളിൽ കൂടി മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കാനും സെർവ് ചെയ്യാനും ഒക്കെ താല്പര്യം കാണിച്ചു. ചിന്തിക്കുക, ഈ മാർത്തയെ പോലെ നമ്മളും യേശുവിനെ ശുശ്രൂഷിക്കാനും പരിചരിക്കാനും സമയം കണ്ടെത്താറുണ്ടോ? നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ നമ്മുടെ കഴിവുകളിൽ കൂടി യേശുവിനെ നാം പരിചരിക്കാനും ശുശ്രൂഷിക്കാനും സേവനം ചെയ്യാനും മുതിരാറുണ്ടോ? മാർത്തയെ പോലെ യേശുവിനെ സെർവ് ചെയ്യാൻ നാം ശ്രദ്ധിക്കുക. രണ്ടാമതായി പറയുന്നത് ലാസർ. ഈ വേദഭാഗത്തിൽ പറയുന്നത് ലാസർ യേശുവിനോടൊപ്പം പന്തിക്കിരുന്നവരിൽ ഒരുവനായിരുന്നു. പന്തിക്കിരുന്നവരിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ ആ ഒരു ടേബിളിൽ ഇരുന്നവനായിരുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ലാസറസ് വാസ് റിക്ലൈനിങ് വിത്ത് ജീസസ് അറ്റ് ദ ടേബിൾ എന്നാണ്. റിക്ലൈനിങ് എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുക, അല്ലെങ്കിൽ
എത്ര ആ ഒരു ഈസി ആയിട്ട് ഇരിക്കുക, നമ്മുടെ ഈസി ചെയറിലൊക്കെ ഇരിക്കുന്നത് പോലെ നമ്മൾ യേശുവിനോടൊപ്പം ലാസർ ചാരി ഇരിക്കുന്നതായിട്ടാണ് ബൈബിളിൽ നാം വായിച്ചു കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് യേശു ലാസറിനെ ഉയർപ്പിച്ച ആ ഒരു സന്ദർഭത്തെക്കുറിച്ച്. അപ്പോൾ യേശു ലാസറിനെ ഉയർപ്പിച്ചിട്ട് അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല. തന്നെ മരണത്തിൽ നിന്ന് ഉയർത്തെണീപ്പിച്ച യേശുവിനെ കുറിച്ച് ലാസറിന് ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷവും ആ ഒരു കൃതജ്ഞതയും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ആ ഹൃദയം മുഴുവൻ ആഹ്ലാദവും കൃതജ്ഞതയും ആ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്ന ആ ലാസറിന് യേശുവിനോട് കൂടെ ഇരിക്കാൻ, യേശുവിനോട് ചാരി ഇരിക്കാൻ, അവൻ്റെ ചാരത്തിരിക്കാൻ അല്ലാതെ അതിൽ കൂടുതൽ എന്താണ് ലാസറിന് ചെയ്യാൻ പറ്റുന്നത്? യേശുവിൻ്റെ ചാരത്തിരിക്കാൻ നാം ഇതുപോലെ ശ്രമിക്കാറുണ്ടോ? നമുക്കറിയാം ലാസറിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച യേശു നമ്മളെയൊക്കെ പല വിധത്തിലുള്ള മരണങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള ആപത്തുകളിൽ നിന്നുമൊക്കെ, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും പലവട്ടം യേശു രക്ഷിച്ചിരിക്കുന്നു, രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും രക്ഷിച്ചു കൊണ്ടേയിരിക്കും. ആ ലാസറിനെ പോലെ നാമും യേശുവിൻ്റെ ചാരത്തിരിക്കാൻ താല്പര്യം കാണിക്കാറുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ നാം യേശുവിൻ്റെ ആ വേർഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് യേശുവിൻ്റെ ചാരത്തിരിക്കാൻ, അവനെ അറിയാൻ നാം ശ്രമിക്കാറുണ്ടോ? ഇനി മൂന്നാമതായി പറയുന്ന ആളാണ് മറിയം. മറിയം ഈ രണ്ടു പേരെയും പോലെയല്ല, തികച്ചും വ്യത്യാസമുള്ള ഒരു രീതിയിലാണ് മറിയം യേശുവിനെ സേവിച്ചത്. ഏറ്റവും വില കൂടിയ ഒരു സുഗന്ധദ്രവ്യം, നറുദ്ദീൻ എന്ന സുഗന്ധദ്രവ്യം ഉപയോഗിച്ച് യേശുവിൻ്റെ കാൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൾ അത് തുടച്ച് യേശുവിനെ അഭിഷേകം ചെയ്യുക. ഇത്ര വിലയുള്ള സുഗന്ധദ്രവ്യം എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഇത് കാണുന്ന യൂദാസ് ചോദിക്കുന്നത്. നമുക്കറിയാം യേശുവിനെ ഒറ്റിക്കൊടുത്തത് വെറും 30 വെള്ളി നാണയങ്ങൾക്കാണ്. അപ്പം 300 വെള്ളി നാണയങ്ങളുടെ വിലയുള്ള ഈ സുഗന്ധദ്രവ്യം യേശുവിൻ്റെ പാദത്തിൽ അർപ്പിക്കാൻ മറിയം കാണിച്ച ആ ഒരു താല്പര്യം, തൻ്റെ കൈവശമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം യേശുവിന് വേണ്ടി സമർപ്പിച്ച് യേശുവിനെ സേവിക്കാൻ മറിയം താല്പര്യം കാണിച്ചു. നമ്മുടെ പക്കലുള്ള ഏറ്റവും വിലപിടിപ്പുള്ളത് നാം യേശുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണോ? ഏറ്റവും വില കൂടിയതല്ലെങ്കിൽ ഏറ്റവും മികച്ചതാണ് യേശുവിൻ്റെ പാദത്തിൽ മറിയം സമർപ്പിച്ചതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള സ്വത്തും പണവും ഒന്നുമല്ല ദൈവത്തിന് വേണ്ടത്. പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഉടയവനായ യേശുവിന് അല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ കയ്യിലുള്ള പണവും സമ്പത്തും ഒക്കെ എന്താണ്? ഇതൊന്നുമല്ല നമ്മൾക്ക് ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച, ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം. നമുക്ക് യേശുവിന് കൊടുക്കാനുള്ളതാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ സമയം, അവന് വേണ്ടി വഴങ്ങുന്ന ആ ഒരു ഹൃദയം, അവന് വേണ്ടി വാഞ്ചിക്കുന്ന ആ ഒരു ഹൃദയം, ദൈവത്തെ അറിയാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ആ ഒരു ഹൃദയമാണ് ദൈവത്തിന് വേണ്ടത്. എപ്പോഴും ഓർമ്മിക്കുക, ഇതിനേക്കാൾ മികച്ച ഒരു സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് യേശുവിൻ്റെ പാദത്തിൽ അർപ്പിക്കാൻ നമുക്ക് ഇതിലും മികച്ചതായി ഒന്നുമില്ല. നിങ്ങളുടെ ഹൃദയം യേശുവിന് സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ 3 പേരെയും പോലെ നമ്മളും നമ്മുടെ ഭവനങ്ങളിൽ ആയിരിക്കുന്ന യേശുവിനെ ശുശ്രൂഷിക്കാനും സേവിക്കാനും ശ്രമിക്കാറുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ യേശുവിനെ ശുശ്രൂഷിക്കുക.